നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്താണ് പറയേണ്ടത്? ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു തോൽവി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പടുകൂറ്റൻ തോൽവി, 100 റൺസിന് മുകളിലൊരു തോൽവി. ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്നാമത്തെ ഏകദിനത്തിൽ ഇങ്ങനെ ടീം തകർന്നടിയുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. 2-0 പരമ്പരയും തോറ്റു. ഒരു മത്സരം സമനിലയായിരുന്നല്ലോ. ശ്രീലങ്കയോടൊരു ബൈലാറ്ററൽ സീരീസ് തോൽക്കുന്നത് 10-27 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എന്ന കാര്യം കൂടി അറിയുക. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തിയ ഒരു പ്രകടനം തന്നെ. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റിന് 248 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 26.1 ഓവറിൽ ടീം ഇന്ത്യ ഓൾ ഔട്ടായിപ്പോയി. 138 റൺസിന് ഓൾ ഔട്ടായി. 110 റൺസിന്റെ തോൽവി. ആരോടാണ് ശ്രീലങ്കയെ പോലുള്ളൊരു ടീമിനോട്? സമീപകാലത്ത് ഒട്ടും മികവ് കാണിച്ചിട്ടില്ല ശ്രീലങ്ക. അവർ ചാമ്പ്യൻസ് ട്രോഫിക്ക് യോഗ്യത പോലും ഇല്ലാത്ത ടീമാണ്. അവരോടാണ് ഇങ്ങനെ തോറ്റിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. എന്തായാലും വലിയ നിരാശയുണ്ട്. നമ്മുടെ ടീം ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡാണ്. ഏതാണ്ട് ഫുൾ സ്ട്രെങ്ത് ആണ്. ബൂംറയും ജഡേജയും ഇല്ല എന്നേ ഉള്ളൂ. ബാറ്റിംഗ് എടുത്താൽ ഫുൾ സ്ട്രെങ്ത് ബാറ്റിംഗ് സ്ക്വാഡാണ്. എന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വലിയ ബാറ്റിംഗ് ഡെപ്ത് ഇന്നത്തെ മത്സരത്തിൽ ടീം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റിന് 248 റൺസ് എന്ന് പറഞ്ഞല്ലോ. മികച്ച തുടക്കമാണ് അവർക്ക് ഓപ്പണർമാർ നൽകിയത്. പതും നിസാങ്കയും ആവിഷ്ക ഫെർണാണ്ടോയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 89 റൺസ് സ്കോർ ബോർഡിൽ എത്തിച്ചിട്ടേ പിരിഞ്ഞുള്ളൂ. പതും നിസാങ്ക 65 പന്തിൽ നിന്ന് 45 റൺസ് എടുത്ത് മടങ്ങി. പിന്നെ കുഷാൽ മെൻഡിസും ആവിഷ്ക ഫെർണാണ്ടോയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. രണ്ടാമത്തെ വിക്കറ്റ് വീഴുമ്പോഴേക്കും അവർ 171 റൺസിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ 35 ഓവറിൽ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. എന്തായാലും കുഷാൽ മെൻഡിസ് 82 പന്തിൽ നിന്ന് 59 റൺസ് എടുത്ത് മടങ്ങി. ആവിഷ്ക ഫെർണാണ്ടോയെ റിയാൻ പരാഗ് LBWയിൽ കുരുക്കി. 102 പന്തിൽ നിന്ന് 96 റൺസാണ് ആവിഷ്ക ഫെർണാണ്ടോ അടിച്ചിരുന്നത്. പിന്നെ ശ്രീലങ്കയുടെ ബാറ്റർമാരുടെ ഒരു കൊളാപ്സാണ്. അവർക്ക് വലിയൊരു സ്കോറിലേക്ക് പോകാൻ കഴിയുമെന്ന് അപ്പോൾ തോന്നിച്ചിരുന്നെങ്കിലും പിന്നെ അതുണ്ടായില്ല. ചരിത അസലങ്ക 10, സതീര സമരവിക്രമ ഡക്ക്, ജാനിത്ത് ലിയാനഗെ 8, തുനിത്ത് വെള്ളാലഗെ 2, മഹീഷ് തീക്ഷാന, കാമിൻഡോ മെൻഡിസ് എന്നിവരാണ് അവസാന ക്രീസിലുണ്ടായിരുന്നത്. മെൻഡിസ് 19 പന്തിൽ നിന്ന് 23 റൺസ് അടിച്ചു. അങ്ങനെ അവർ 248 റൺസ് അടിച്ചെടുത്തു. അത് താങ്ങാനാവുന്നതിലപ്പുറമായിരുന്നു ടീം ഇന്ത്യക്ക് എന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ കണ്ടു. എന്തായാലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച റിയാൻ പരാഗ് 9 ഓവറുകളിൽ നിന്ന് 54 റൺസിന് 3 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ പതിവ് പോലെ രോഹിത് തകർപ്പൻ തുടക്കമാകരുത്. പക്ഷെ മറുഭാഗത്ത് ഗില്ല് 6 റൺസുമായിട്ട് മടങ്ങി. രോഹിത് 20 പന്തിൽ നിന്ന് 35 റൺസ് എടുത്തു. അദ്ദേഹത്തെ വെള്ളാലകെ മടക്കുകയായിരുന്നു. കോഹ്ലി 18 പന്തിൽ നിന്ന് 20, ഋഷഭ് പന്ത് 6, ശ്രേയസ് അയ്യർ 8, അക്സർ പട്ടേൽ 2, റിയാൻ പരാഗ് 15, ശിവൻ ദ്യൂബെ 9. ഇങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ അങ്ങനെ വീണുകൊണ്ടേയിരുന്നു. ഇന്ത്യ പരാജയം ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഒരു ശ്രമം. അദ്ദേഹം 3 സിക്സറുകളും 2 4 അടിച്ചു. 25 പന്തിൽ നിന്ന് 30 റൺസ്. തീക്ഷാനയെ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ വാണ്ടർസെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാച്ച് എടുക്കുന്നത്. ആദ്യം ക്യാച്ച് കയ്യിൽ നിന്നൊന്ന് പോയെങ്കിലും അദ്ദേഹം അത് പിടിച്ചെടുത്തു. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ശ്രീലങ്കയ്ക്ക്. തൊട്ടതെല്ലാം പൊന്നാവുന്ന ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിൽ കുൽദീപ് യാദവിന് വെള്ളാലകെ LBWയിൽ കുരുക്കിയതോടുകൂടി മത്സരം അവിടെ തീർന്നു. ടീം ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ആകെ ഉണ്ടായിരുന്ന 138 റൺസ്. 110 റൺസിന്റെ വമ്പൻ പരാജയം ടീം ഇന്ത്യ ഏറ്റുവാങ്ങുമ്പോൾ ശ്രീലങ്കയുടെ ബൗളിങ്ങിൽ തിളങ്ങിയത് തുനിത്ത് വെള്ളാലകയാണ്. അദ്ദേഹം 5 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.